കാര്യമായ മാറ്റം വേണം. ഈ വിഷം കലക്കി കൊടുക്കുന്ന സ്ഥിതി മാറണം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, കാരണം ഈ കുഞ്ഞുങ്ങൾ അകാലത്തിലെ അനാഥരാവാവുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ, ഈ മനുഷ്യരെ രോഗിയാക്കാതിരിക്കാൻ. കാരണം ഈ സാധനം തുടർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ പണിയെടുക്കുന്നവനോ കുടിക്കും, വൈകിട്ട് അവൻ്റെ മേലുവേദനയൊക്കെ മാറുന്ന ചിലപ്പോൾ അതിലായിരിക്കും. പറമ്പിൽ പണിയെടുക്കുന്നവനോ കോൺക്രീറ്റ് പണിയെടുക്കുന്നവനൊക്കെ വൈകിട്ട് 2:30 അടിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവൻ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നത്. അവൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നുണ്ട്. പക്ഷേ അവന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇവരൊന്നും LFT ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊന്നും ലൈനിൽ നിന്നുള്ള പൈസ കൊടുക്കാനുള്ള സ്ഥിതിയില്ല. അവർ LFT ടെസ്റ്റ് നടത്തുക, ഷുഗർ ടെസ്റ്റ് പോലും അവർ നടത്തത്തില്ല, BP നോക്കത്തില്ല, ഒന്നുമില്ല. വല്ല അസുഖം വരുമ്പോഴാണ് ഡോക്ടർ പറയുമ്പോൾ ചെയ്യുള്ളൂ. LFT നടത്തിയാൽ അറിയാം ഇവരതൊക്കെ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നതെന്നുള്ളത്. ഫാറ്റി ലിവർ അത് നേരെ സീറോസിസിലേക്ക് പോകാൻ അധികം ദൂരമൊന്നുമില്ല. എത്രയോ മനുഷ്യരെ എത്രയോ അകാലത്തിൽ മരണപ്പെട്ടതിൻ്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഗ്രാമപ്രദേശത്താണല്ലോ ഞാൻ ജീവിച്ചിട്ടുള്ളത് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇമ്മാതിരി ഊടായ്പ് കാണിക്കരുത്. ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ബുദ്ധി ഞാൻ സമ്മതിച്ചു, പക്ഷേ ബുദ്ധിയൊന്നും അല്ല എന്ന് പറയുന്നത്, അതിന് കുരുട്ടുബുദ്ധി എന്നാണ് പറയുക. അതിന് മുമ്പിൽ അങ്ങനെ ഒരു വാക്കൂടെ കൂട്ടിച്ചേർക്കണം. എന്തായിരുന്നാലും സർക്കാർ എൻ്റെ തന്ത്രമൊക്കെ കൊള്ളാം, സാമൂഹ്യ നന്മയെന്നും ഒന്നും പറഞ്ഞിട്ട് വരരുത്. കാരണം ഇതിനകത്ത് ഒരു സാമൂഹ്യ വിപത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ.